ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് നമ്മുടെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിലെ ക്ലാസ്സാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ മാക്സിമം ആ ഒരു സീരീസ് ആയിട്ട് വീഡിയോ കണ്ടുവരാൻ ശ്രമിക്കുക. കാരണം ചില വീഡിയോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു മുമ്പ് ചെയ്ത വീഡിയോയുടെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ് തുടങ്ങാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് അല്ലെങ്കിൽ വ്യക്തി വ്യത്യാസം എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ സിമ്പിൾ ടോപ്പിക്കാണ്. ചില കാര്യങ്ങൾ നമ്മുടെ മലയാളം വാക്കുകൾ മാത്രമാണ് കുറച്ച് പാടായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ടോപ്പിക്ക് നോക്കാം. ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, വ്യക്തി വ്യത്യാസം. അപ്പോൾ അതിൽ ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് എന്താണ്? രണ്ട് വ്യക്തികൾ ഒരിക്കലും തനിപ്പകർപ്പായിരിക്കില്ല. ഇപ്പോൾ വീഡിയോ കാണുന്ന നിങ്ങളും ഞാനും എന്താണ്, തനിപ്പകർപ്പായിരിക്കുമോ? ഒരിക്കലുമില്ല. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവർ പരസ്പരം വ്യത്യാസപ്പെട്ടിരിക്കും. ഒരു വീട്ടിൽ ഒരു അമ്മയ്ക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട്. അവർ തനിപ്പകർപ്പായിരിക്കുമോ? ആയിരിക്കില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വ്യക്തികൾ തമ്മിൽ അത്തരത്തിലുള്ള സാമ്യതയും വ്യത്യാസവും വ്യക്തി വ്യത്യാസം വെളിപ്പെടുന്നു. അപ്പോൾ നമ്മുടെ വ്യക്തികൾ തമ്മിൽ അത്തരത്തിലുള്ള സാമ്യതയും ആ ഒരു വ്യത്യാസവും എന്തെന്നാണ് പറയുന്നത്? അതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? വ്യക്തി വ്യത്യാസത്തെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഒരു വീട്ടിലിപ്പോൾ രണ്ട് കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് രണ്ടുപേർക്ക് രണ്ട് ക്യാരക്ടറായിരിക്കും. മനസ്സിലായല്ലോ? ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഒരാൾ തന്നെ രണ്ട് ക്യാരക്ടറൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതുപോട്ടെ. അപ്പോൾ വ്യക്തികൾ തമ്മിൽ അത്തരത്തിലുള്ള സാമ്യതയും വ്യത്യാസവും അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വ്യക്തി വ്യത്യാസം എന്ന് പറയുന്നത്. ഇത്രയും ഓക്കെ ആണെന്ന് കരുതുന്നു. കായികവും മാനസികവും വൈകാരികവുമായ സവിശേഷ സ്വഭാവങ്ങളിൽ രണ്ട് വ്യക്തികൾ ഒരുപോലെയാകാത്ത വൈജാത്യമാണെന്ന് പറയുന്നത് വ്യക്തി വ്യത്യാസം എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കായികവും മാനസികവും. നമ്മൾ കായിക രീതിയിലായി കഴിഞ്ഞാലും മാനസിക രീതിയിലായി കഴിഞ്ഞാലും വൈകാരിക രീതിയിലായി കഴിഞ്ഞാലും എന്താണ്, ഇപ്പോൾ രണ്ട് വ്യക്തികളെ എടുക്കുകയാണെങ്കിൽ അവർ രണ്ടുപേരും ഒരേപോലെ ഇരിക്കും? ഒരേപോലെ ഇരിക്കില്ല. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? വ്യക്തി വ്യത്യാസം എന്ന് പറയുന്നത്. ആ ഒരു ഡിഫറൻസ് അതിനെയാണ് എന്തെന്ന് പറയുന്നത്? വ്യക്തി വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ വ്യക്തി വ്യത്യാസങ്ങളുടെ രണ്ട് തലങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ വ്യക്തി വ്യത്യാസങ്ങൾക്ക് രണ്ട് തലങ്ങളുണ്ട്. ഏതൊക്കെയാണ്? വ്യക്തികൾ തമ്മിലുള്ള വ്യത്യാസവും ഒരു വ്യക്തിയിൽ തന്നെയുള്ള വ്യത്യാസവും ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ വ്യക്തി വ്യത്യാസങ്ങളുടെ രണ്ട് തലങ്ങളുണ്ട്. ഏതൊക്കെയാണ്? വ്യക്തികൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ ഒരു വീട്ടിൽ രണ്ട് കുട്ടികളുണ്ടെങ്കിൽ അവർ തമ്മിൽ വ്യത്യാസം കാണും. അതേപോലെ തന്നെ എന്താണ്, ആ ഒരു രണ്ട് കുട്ടികളിൽ ഒരാളെ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയിൽ തന്നെയുള്ള ആ വ്യക്തിക്ക് എന്താണ്, പലതരം വ്യത്യാസങ്ങളുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത്, വ്യക്തി വ്യത്യാസം എന്നത് നൂതനമായ ഒരാശയമാണ്. വ്യത്യസ്തത, അഭിരുചികൾ, ആവശ്യങ്ങൾ, ചിന്ത, പ്രവർത്തനശൈലി, വ്യവഹാരങ്ങൾ ഇവയെല്ലാം തന്നെ ഒരാളെ മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന പ്രത്യേക സവിശേഷതകളെയാണ് എന്തെന്ന് പറയുന്നത്? വ്യക്തി വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ വ്യക്തി വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? അതൊരു നൂതനമായ ആശയമാണ്. വ്യത്യസ്തത, അഭിരുചികൾ, ആവശ്യങ്ങൾ, ചിന്ത, പ്രവർത്തനശൈലി, വ്യവഹാരങ്ങൾ ഇവയെല്ലാം തന്നെ ഒരാളെ മറ്റൊരാളിൽ നിന്ന്, ഇപ്പോൾ എന്താണ്, ഒരു കുട്ടിയെ മറ്റൊരു കുട്ടിയിൽ നിന്ന്, ഈ ഒരു കാര്യങ്ങളോടുകൂടി ഒരു കുട്ടിയെ മറ്റൊരു കുട്ടിയിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നതിനെ നമുക്ക് എന്തെന്ന് പറയാം? ആ ഒരു പ്രത്യേക സവിശേഷതകൾ ആണെന്ന് പറയാം. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഞാനുമായിട്ട് പലതരം വ്യത്യാസമുണ്ട്. അത്രയുടെ പറയുന്നുള്ളൂ. മനസ്സിലായല്ലോ? അടുത്ത്, വ്യക്തി വ്യത്യാസത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്ന ഒരു ചെറിയൊരു ടോപ്പിക്കാണ്. അതിൽ പറയുന്നത് എന്താണ്? അതിൽ ഒന്നാമത് പറയുന്നത് ഓരോ വ്യക്തിയും വ്യത്യസ്തനാണ്. നമ്മൾ പലരും പല ഇതാണല്ലോ. അപ്പോൾ ഓരോ വ്യക്തിയും എന്താണ്, വ്യത്യസ്തനാണ് എന്ന വസ്തുത വളരെ പൊതുവായ ഒരു നിരീക്ഷണമാണ്. എന്താണ്, നമ്മുടെ ഓരോരുത്തരും എന്താണ്, വ്യത്യസ്തനാണ്. അടുത്ത, മനഃശാസ്ത്രപരമായ സ്വഭാവങ്ങളിലുള്ള വ്യത്യാസം എപ്പോഴും സ്ഥിരതയുള്ളതും നിശ്ചിത രീതിയിലുമുള്ളതാണ്. അപ്പോൾ എന്താണ് പറയുന്നത്? നമ്മുടെ മനഃശാസ്ത്രപരമായ സ്വഭാവത്തിലുള്ള വ്യത്യാസം എന്താണ്? എപ്പോഴും സ്ഥിരതയുള്ളതും പിന്നെന്താണ്, നിശ്ചിത രീതിയിലുള്ളതുമാണ്. നമ്മൾ മനഃശാസ്ത്രപരമായിട്ട് എന്തുണ്ട്, മനുഷ്യർക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ അതെന്താണ്, അതൊരു സ്ഥിരതയുള്ളതാണ് എന്നാണ് പറയുന്നത്. വ്യക്തി സ്വഭാവങ്ങളിൽ ഉണ്ടാകുന്ന കൃത്യതയും വളരെ പെട്ടെന്ന് അതിൽ മാറ്റം വരുത്തുവാനുമുള്ള സാധ്യത കുറവുമാണ് സ്ഥിരത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വ്യക്തി സ്വഭാവങ്ങളിൽ ഉണ്ടാകുന്ന കൃത്യതയും, അപ്പോൾ വ്യക്തി സ്വഭാവങ്ങളിലെ കൃത്യത പിന്നെന്താണ്, വളരെ പെട്ടെന്ന് തന്നെ അതിൽ മാറ്റം വരുത്തുവാനുള്ള സാധ്യത കുറവുമാണ് എന്തെന്ന് പറയുന്നത്? സ്ഥിരത എന്ന് പറയുന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കും. ഓക്കെ, ഈ സ്ഥിരതയും പെരുമാറ്റത്തിൻ്റെ ശക്തിയും ഓരോ വ്യക്തിയിലും വ്യത്യസ്തമാണ്. പല വ്യക്തിയിലും എന്തായിരിക്കും,
പല പെരുമാറ്റവുമായിരിക്കും. സ്ഥിരതയും എന്തായിരിക്കും? പല സ്ഥിരതയും ആയിരിക്കും. അടുത്ത്, വ്യക്തിവ്യത്യാസം ഉണ്ടാകുന്നത് പാരമ്പര്യ ഘടകങ്ങളുടെയും ചുറ്റുപാടിൻ്റെയും പരസ്പര പ്രവർത്തനം മൂലമാണ്. അപ്പോൾ നമ്മുടെ പാരമ്പര്യ ഘടകം, നിങ്ങളുടെ കുടുംബക്കാരല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് ദേഷ്യം ഉണ്ടെങ്കിൽ എന്താണ് ആ ഒരു രീതി, ആ ഒരു കാര്യങ്ങളോട് പറയുന്നത് മനസ്സിലായല്ലോ. നമ്മുടെ ഒരു വ്യക്തി വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പാരമ്പര്യ ഘടകങ്ങളുടെയും അതേപോലെ തന്നെ നമ്മളൊരു സമൂഹ ജീവിയാണല്ലോ. അപ്പോൾ നമ്മുടെ ചുറ്റുപാടിൻ്റെയും പരസ്പര പ്രവർത്തനം മൂലമാണെന്ത്? നമ്മുടെ വ്യക്തി വ്യത്യാസം നിർണ്ണയിക്കുന്നത് എന്നാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. അടുത്ത് പറയുന്നത്, പാരമ്പര്യ കണ്ണികൾ വഴി നാം ചില സ്വഭാവങ്ങൾ മാതാപിതാക്കളിൽ നിന്ന് ആർജിക്കാറുണ്ട്. അപ്പോൾ പാരമ്പര്യ കണ്ണികൾ വഴി എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു പാരമ്പര്യം വഴി എന്താണ്? നമ്മുടെ സ്വഭാവങ്ങൾ എന്ത് ചെയ്യുന്നു? നമ്മൾ മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് പല സ്വഭാവങ്ങളും കിട്ടുമല്ലോ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു ആ ഒരു നോക്കുകയാണെങ്കിൽ പാരമ്പര്യപരമായിട്ട് എന്ത് ചെയ്യും? നമുക്ക് പല സ്വഭാവങ്ങളും മാതാപിതാക്കളിൽ നിന്ന് കിട്ടും. സാമൂഹിക സാംസ്കാരിക ചുറ്റുപാടിൽ നിന്നുള്ള സംഭാവനകളെ ആശ്രയിച്ചാണ് സ്വഭാവത്തിൻ്റെ പ്രകടഭാവങ്ങൾ രൂപപ്പെടുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ പറഞ്ഞു സാമൂഹിക ജീവിയാണ് മനുഷ്യൻ. അപ്പോൾ സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടുമുള്ള ചുറ്റുപാടുകളിൽ നിന്നുള്ള ആ ഒരു സംഭാവനകളെ എന്ന് പറയുമ്പോൾ നമ്മളത് ഇൻഫ്ലുവൻസ് ചെയ്യുമല്ലോ. ആ ഒരു സംഭവത്തേക്ക് ആശ്രയിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഒരു സ്വഭാവത്തിൻ്റെ പ്രകടഭാവങ്ങൾ രൂപപ്പെടുത്തുന്നത്. ഇക്കാരണം കൊണ്ടാണ് നാം തികച്ചും നമ്മുടെ മാതാപിതാക്കളെ പോലെ ഇരിക്കാത്തതും അവർ അവരുടെ മാതാപിതാക്കളെ പോലെ ഇരിക്കാത്തതും. എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളെ പാരമ്പര്യമായിട്ട് എന്ത് ചെയ്യും? നമ്മളെ സ്വാധീനിക്കും. അതേപോലെ തന്നെ എന്താണ്? നമ്മളെ സമൂഹവും അതേപോലെ തന്നെ നമ്മൾ ജീവിക്കുന്ന സാംസ്കാരിക ചുറ്റുപാടും എന്ത് ചെയ്യും? നമ്മളെ സ്വാധീനിക്കും. നമ്മുടെ അച്ഛനും അമ്മയും വളർന്ന ആ ഒരു സാംസ്കാരിക ചുറ്റുപാടായിരിക്കില്ല നമ്മൾ വളരുന്നത്. അപ്പോൾ എന്താണ്? നമ്മുടെ അച്ഛനും അമ്മയിൽ നിന്നും വ്യത്യസ്തരായിരിക്കും നമ്മൾ. എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ അച്ഛനും അമ്മയും അവരുടെ അച്ഛനും അമ്മയും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. മനസ്സിലായല്ലോ? ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത്, ഉയരം, കണ്ണുകളുടെ നിറം, മൂക്കിൻ്റെ ആകൃതി തുടങ്ങിയ ശാരീരികമായ കാര്യങ്ങളിൽ നാം നമ്മുടെ മാതാപിതാക്കളുമായി സാമ്യമുണ്ടാകും. നോർമൽ ആസ് യൂഷ്വൽ എന്താണ്? ഉയരം, നമ്മുടെ കണ്ണുകളുടെ നിറം, നമ്മുടെ അച്ഛനെ പോലെ ഇരിക്കുന്നു, അമ്മയെ പോലെ ഇരിക്കുന്നു ഒക്കെ പറയുമല്ലോ. അതാണ് ഉദ്ദേശിച്ചത്. എന്താ പറയുക? നമ്മുടെ അമ്മയെ പോലെ ഇരിക്കുന്നു, അച്ഛനെ പോലെ ഇരിക്കുന്നു, അപ്പൂപ്പനെ പോലെ ഇരിക്കുന്നു ഒക്കെ പറയുമല്ലോ. മൂക്കിൻ്റെ നിറം അതേപോലെ ഇരിക്കുന്നു, കണ്ണുകളുടെ നിറം അതേപോലെയുണ്ട്, നമ്മുടെ ഉയരം അതേപോലെയാണ്. ഇതൊക്കെ എന്താണ്? ഇതും നമ്മുടെ മാതാപിതാക്കളുമായിട്ട് നമുക്ക് എന്തായിരിക്കും? സാമ്യമായിരിക്കും. കാരണം ഏകദേശമൊക്കെ നമ്മൾ സെയിം ആയിരിക്കും. അടുത്ത്, വൈജ്ഞാനികവും വൈകാരികവുമായ പല കാര്യങ്ങളിലും നാം നമ്മുടെ മാതാപിതാക്കളുമായി സാദൃശ്യമുണ്ടാകാറുണ്ട്. അപ്പോൾ എന്താണ്? വൈജ്ഞാനികവും വൈകാരികവുമായ പല കാര്യങ്ങൾ. വൈജ്ഞാനികപരമായി കഴിഞ്ഞാലും വൈകാരികവുമായ പല കാര്യം എന്ന് പറയുമ്പോൾ, വൈജ്ഞാനികം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഒരു ബുദ്ധി സവിശേഷതയാണ്. വൈകാരികം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ആ ഒരു ദേഷ്യം, അതേപോലെ തന്നെ നമ്മുടെ സങ്കടം, അതൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്താണ്? നാം നമ്മുടെ മാതാപിതാക്കളുമായിട്ട് സാദൃശ്യം ഉണ്ടാകാറുണ്ട്. ഉദാഹരണത്തിന് ബുദ്ധിക്ഷമത, കായിക താല്പര്യം, സർഗാത്മകത തുടങ്ങിയ. മനസ്സിലായാലും ഇത്രയേ ഉള്ളൂ. നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ദേഷ്യം ഉണ്ടെങ്കിൽ നമുക്ക് ദേഷ്യം വരാം. അതേപോലെ തന്നെ അവർക്ക് സങ്കടം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സങ്കടം വരാം. മനസ്സിലായല്ലോ? അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത്, എന്നിരുന്നാലും നാം ജീവിക്കുന്ന ചുറ്റുപാടിൻ്റെ സഹായത്തോടെയാണ് നമ്മുടെ സ്വഭാവം കൂടുതലും വികസിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? നമ്മുടെ അച്ഛനും അമ്മയുടെ സ്വഭാവം പോലെ ആയിരിക്കും പക്ഷേ എന്താണ്? നമ്മുടെ സമൂഹവും അതേപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടും എന്ത് ചെയ്യും? നമ്മളെ സ്വാധീനിക്കും. അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകും. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. എന്താണ്? എന്നിരുന്നാലും നാം ജീവിക്കുന്ന ചുറ്റുപാടിൻ്റെ സഹായത്തോടെയാണ് നമ്മുടെ സ്വഭാവം എന്ത് ചെയ്യുന്നത്? കൂടുതലും വികസിക്കുന്നത്. നിങ്ങൾ നല്ല ചുറ്റുപാടിലാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സ്വഭാവവും, അതേപോലെ തന്നെ നമ്മുടെ നെഗറ്റീവായിട്ടുള്ള ചുറ്റുപാടുകളിലാണെങ്കിൽ എന്താണ്? നെഗറ്റിവിറ്റിയും നിങ്ങളെ ബാധിക്കും. അടുത്ത നമ്മുടെ ഒരു പോയിൻ്റാണ് വ്യക്തി വ്യത്യാസത്തിനു കാരണമാകുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ വ്യക്തി വ്യത്യാസത്തിന് കാരണമാകുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? പാരമ്പര്യം ഒരു ഘടകമാണ്, പരിസ്ഥിതി നമ്മുടെ ചുറ്റുപാട് ഒരു ഘടകമാണ്, നമ്മുടെ പ്രായം ഒരു ഘടകമാണ്. അഡോളസൻസ് നമുക്ക് വരുന്ന വഴി പറയാം. പ്രായം, പിന്നെന്താണ്? ബുദ്ധിശക്തി, വൈകാരികാവസ്ഥ, പിന്നെന്താണ്? വിദ്യാഭ്യാസം. അപ്പോൾ വ്യക്തി വ്യത്യാസത്തിന് കാരണമാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? പാരമ്പര്യമുണ്ട്, പരിസ്ഥിതിയുണ്ട്, പ്രായമുണ്ട്, ബുദ്ധിശക്തിയുണ്ട്, വൈകാരിക അവസ്ഥയുണ്ട്, പിന്നെന്താണ്? വിദ്യാഭ്യാസം. മനസ്സിലായല്ലോ? അടുത്ത പോയിൻ്റാണ് നമ്മെ എങ്ങനെ വളർത്തുന്നു, വീട്ടിലെ അന്തരീക്ഷം, അച്ചടക്കം, വിദ്യാഭ്യാസം, ചുറ്റിനുമുള്ള ആളുകളുടെ സ്വഭാവം, പുസ്തകങ്ങൾ, സാംസ്കാരിക ശീലങ്ങൾ, കൂട്ടുകാർ, അധ്യാപകർ, മാധ്യമങ്ങൾ
എന്നിവയെല്ലാം ഉൾപ്പെടുന്ന ഒരു വ്യക്തിയുടെ ചുറ്റുപാട് അവൻ്റെ കഴിവുകൾ വികസിപ്പിച്ചെടുക്കുവാൻ സഹായിക്കുന്നു. എല്ലാം മനസ്സിലാകുന്ന കാര്യങ്ങൾ എന്താണ്? നമ്മെ എങ്ങനെ വളർത്തുന്നു, നമ്മളെ നല്ല പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നല്ല ചുറ്റുപാടുകളിലാണ് വളർത്തുന്നതെങ്കിൽ നമ്മൾ നല്ല വൃത്തിയായിട്ട് പോകും. വീട്ടിലെ അന്തരീക്ഷം നല്ലതാണെങ്കിൽ എന്താണ്, നമ്മൾ നല്ല രീതിയിൽ പോവും. അച്ചടക്കമുണ്ടെങ്കിൽ, അതേപോലെ തന്നെ നല്ല വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ, ചുറ്റിനുമുള്ള ആളുകളുടെ സ്വഭാവം നല്ലതാണെങ്കിൽ, പുസ്തകങ്ങൾ നമുക്ക് വായനാശീലമുണ്ടെങ്കിൽ, നല്ല സാംസ്കാരിക ശീലങ്ങൾ, നല്ല കൂട്ടുകാർ, നല്ല അധ്യാപകർ, നല്ല മാധ്യമങ്ങൾ, ഇവയെല്ലാം നല്ലതാണെങ്കിൽ എന്താണ് എന്ന് പറയുന്നത്, നല്ലതാണെന്ന് പറയുമ്പോൾ എന്താണ്, നല്ലൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ ആ കുട്ടി എങ്ങനെയാണ്, ആ കുട്ടിയുടെ കഴിവുകൾ എന്ത് ചെയ്യുന്നു, പോസിറ്റീവ് രീതിയിൽ എന്ത് ചെയ്യുന്നു, വികസിക്കുന്നു എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? വേറൊന്നുമില്ല. നെഗറ്റിവിറ്റി ആണെങ്കിൽ ആ കുട്ടി നെഗറ്റീവായിട്ട് പോവും, പോസിറ്റീവായിട്ടാണെങ്കിൽ എന്താണ്, ആ കുട്ടി പോസിറ്റീവായിട്ട് വളർന്ന് പോകും. അടുത്ത പോയിന്റ്, മാതൃകകളിലൂടെയും അവസരങ്ങളിലൂടെയും നമ്മുടെ കഴിവുകളും അഭിരുചികളും വികസിപ്പിച്ചെടുക്കുവാൻ ചുറ്റുപാട് നമ്മെ സഹായിക്കുന്നു. അപ്പോൾ പല മാതൃകകളും നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ മാതൃകകളിലൂടെയും അവസരങ്ങളിലൂടെയും എന്താണ്, നമ്മുടെ കഴിവുകളും അഭിരുചികളും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ ആര് സഹായിക്കുന്നു, നമ്മുടെ ചുറ്റുപാട് നമ്മെ സഹായിക്കുന്നു. അതുകൊണ്ട് പാരമ്പര്യ ഘടകങ്ങൾക്ക് മാത്രം തീരുമാനിക്കാവുന്നതല്ല ഒരു വ്യക്തി ആരാകണമെന്ന്. നമ്മൾ പിന്നെയും പറഞ്ഞത് എന്താണ്, പാരമ്പര്യം നമ്മളെ തീരുമാനിക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ ആ ഒരു സാഹചര്യം കൂടെ നമ്മളെ സ്വാധീനിക്കും. അപ്പോൾ അതുകൊണ്ടെന്താണ്, പാരമ്പര്യ ഘടകങ്ങൾക്ക് മാത്രം തീരുമാനിക്കാവുന്നതല്ല ഒരു വ്യക്തി ആരാകണമെന്ന്. ഉദാഹരണം, നമ്മുടെ ഇടയ്ക്കൊരു ജയിലിൽ ചാടിയ ഒരാളുണ്ടല്ലോ, നമ്മുടെ ഗോവിന്ദച്ചാമി. അയാളുടെ അച്ഛനെന്ന് പറയുന്നത് ഒരു പട്ടാള ഉദ്യോഗസ്ഥനായിരുന്നു. മനസ്സിലായല്ലോ? നിങ്ങൾ അയാളുടെ ഒരു ജീവിത ആ ഒരു ഡീറ്റെയിൽസ് നമ്മൾ ഏഷ്യാനെറ്റ് ന്യൂസിൽ എന്തോ പറയുന്നുണ്ട്, അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അത് നമുക്ക് ഇതിന് ഉദാഹരണമായിട്ട് കണക്കാക്കാം. അപ്പോൾ എന്താണ്, അതുകൊണ്ട് പാരമ്പര്യ ഘടകങ്ങൾക്ക് മാത്രം തീരുമാനിക്കാവുന്നതല്ല ഒരു വ്യക്തി ആരാകണമെന്ന്. ചുറ്റുപാടിൻ്റെ സംഭാവനയും പ്രധാനപ്പെട്ടതാണ്. അടുത്ത് ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ് ഡോക്ടർ BR അംബേദ്കർ. അതേപോലെ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു വ്യക്തി മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇവരൊക്കെ എന്നിവർ വളരെ സാധു കുടുംബത്തിൽ ജനിച്ച് ശരിയായ ചുറ്റുപാടും വിദ്യാഭ്യാസവും കൊണ്ട് മാത്രം വിജയം നേടിയെടുത്ത ആളുകളാണ്. ഇപ്പോൾ നമ്മുടെ ഡോക്ടർ BR അംബേദ്കർ ആയാലും മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം, 1 രൂപ വാങ്ങിച്ചിട്ട് നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന ഒരു വ്യക്തിയാണ് APJ അബ്ദുൽ കലാം. അപ്പോൾ അഗ്നിച്ചിറകുകളൊക്കെ അദ്ദേഹത്തിൻ്റെ വലിയൊരു സൃഷ്ടിയാണ്. അപ്പോൾ അബ്ദുൽ കലാം എന്നിവർ വളരെ സാധു കുടുംബത്തിൽ ജനിച്ച് ശരിയായ ചുറ്റുപാടും നല്ല ചുറ്റുപാടും വിദ്യാഭ്യാസവും കൊണ്ട് മാത്രം വിജയം നേടിയെടുത്ത ആളുകളാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ആ ഒരു നല്ല ചുറ്റുപാടുണ്ടെങ്കിൽ സാധു ആയാലും എന്ത് ചെയ്യാം, അവന് വിജയിക്കാം. അതുപോലെ തന്നെ പാരമ്പര്യ സംഭാവനകൾ ഉണ്ടായിട്ടും ചുറ്റുപാടിൻ്റെ പോരായ്മ കൊണ്ട് മഹാത്മാന്മാരാകാൻ സാധിക്കാത്തവരുടെ ഉദാഹരണങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ നല്ല പാരമ്പര്യ സംഭാവനകളുണ്ട്, അവന് നല്ല ഫാമിലിയാണ്, പക്ഷേ ചുറ്റുപാട് നെഗറ്റീവാണെങ്കിൽ അവൻ്റെ ആ ഒരു നമ്മുടെ ക്യാരക്ടർ എന്ത് ചെയ്യും, അത് ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതേസമയം ചുറ്റുപാട് ഓരോ വ്യക്തിയെയും വ്യത്യസ്ത രീതിയിലാണ് സ്വാധീനിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയെയും ഓരോ രീതിയിൽ എന്ത് ചെയ്യുന്നു, സ്വാധീനിക്കുന്നു. ചുറ്റുപാടുകൾ നമ്മെ നിയന്ത്രിക്കുകയും അതിർവരമ്പുണ്ടാക്കുകയും ചെയ്യുന്നു. നമ്മുടെ ചുറ്റുപാടുകൾ എന്ത് ചെയ്യുന്നു, നമ്മളെ നിയന്ത്രിക്കുകയും എന്ത് ചെയ്യുന്നു, അതിർവരമ്പ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. വുണ്ട്, കാറ്റൽ, എബിംഗ്ഹോസ് എന്നിവരെ ഡിഫറൻഷ്യൽ സൈക്കോളജിയുടെ വക്താക്കളായിട്ട് കരുതി വരുന്നു. അപ്പോൾ ആരൊക്കെയാണ്? വുണ്ട്, കാറ്റൽ, എബിംഗ്ഹോസ്, ഇവരൊക്കെ നമ്മുടെ ഡിഫറൻഷ്യൽ സൈക്കോളജിയുടെ വക്താക്കളായിട്ട് എന്ത് ചെയ്യുന്നു, കരുതി വരുന്നു. അടുത്ത് വ്യക്തി വ്യത്യാസ നിർണയം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. വ്യക്തി വ്യത്യാസ നിർണയം. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതിലൊന്നാമത് പറയുന്നത് വ്യക്തിഗുണങ്ങൾ, പെരുമാറ്റങ്ങൾ, കഴിവുകൾ എന്നിവ മനസ്സിലാക്കുന്നതിനുള്ള മാർഗങ്ങൾ ഉപയോഗിക്കുക എന്നതാണ് മനഃശാസ്ത്രപരമായ തിട്ടപ്പെടുത്തൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വ്യക്തിഗുണങ്ങൾ, ഒരു വ്യക്തിയുടെ ഗുണങ്ങൾ, പെരുമാറ്റങ്ങൾ, അവൻ്റെ കഴിവുകൾ എന്നിവ മനസ്സിലാക്കുന്നതിനുള്ള മാർഗങ്ങൾ ഉപയോഗിക്കുക എന്നതാണ് മനഃശാസ്ത്രപരമായ തിട്ടപ്പെടുത്തൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരം നടപടികളിലൂടെ വ്യക്തി വ്യത്യാസങ്ങളും സമാനതകളും മനസ്സിലാക്കിക്കൊണ്ട് വ്യക്തിയെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത്തരം നടപടികളിലൂടെ, മുകളിൽ പറഞ്ഞ നടപടികളിലൂടെ ഒരു വ്യക്തിക്ക് അവൻ്റെ വ്യക്തി വ്യത്യാസങ്ങളും അവൻ്റെ സമാനതകളും മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അവൻ്റെ ഉള്ളിലെ വ്യക്തിയെ മനസ്സിലാക്കാൻ എന്ത് ചെയ്യുന്നു, അവന് സാധിക്കുന്നു.
അടുത്ത പോയിന്റ് പറയുന്നത് മിക്കവാറും നമ്മളെല്ലാ പേരും അത്തരം വിലയിരുത്തലുകൾ നടത്താറുണ്ടല്ലോ. മിക്കപ്പോഴും അത്തരം വിധികൾ തെറ്റിപ്പോകാറും ഉണ്ട്. അപ്പോൾ മിക്കവാറും നമ്മളെല്ലാവരും അത്തരം വിലയിരുത്തലുകൾ നടത്താറുമുണ്ട്. പിന്നെന്താണ്? മിക്കപ്പോഴും അത് വിധികൾ തെറ്റിപ്പോകാറും ഉണ്ട്. അടുത്ത്, ഇത്തരം വിധി നിർണയം കാര്യക്ഷമമാക്കാനും തെറ്റുകൾ പരമാവധി കുറയ്ക്കാനും മനഃശാസ്ത്രജ്ഞർ വിവിധ ടെസ്റ്റുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ടുള്ള തെറ്റുകൾ ഒന്നിനും നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല, എറർ വരും. അപ്പോൾ എങ്കിലും എന്താണ്, ഇത്തരം വിധി നിർണയം കാര്യക്ഷമമാക്കാനും തെറ്റുകൾ പരമാവധി കുറയ്ക്കാനും എന്ത് ചെയ്തു? നമ്മുടെ മനഃശാസ്ത്രജ്ഞർ വിവിധ ടെസ്റ്റുകൾ വികസിപ്പിച്ചു. മനഃശാസ്ത്ര ടെസ്റ്റ് എന്നാൽ പ്രത്യേകിച്ച് തിരഞ്ഞെടുത്ത ചില സ്വഭാവ വിശേഷങ്ങളെ മനസ്സിലാക്കുന്ന ഘടനാപരമായ സംഗതിയാണ്. അപ്പോൾ എന്താണ് മനഃശാസ്ത്ര ടെസ്റ്റ് എന്ന് പറയുമ്പോൾ? എന്താണ്? പ്രത്യേകിച്ച് തിരഞ്ഞെടുത്ത ചില സ്വഭാവ വിശേഷങ്ങളെ മനസ്സിലാക്കുന്ന ഘടനാപരമായ സംഗതിയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ മനഃശാസ്ത്ര ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രത്യേകിച്ച് തിരഞ്ഞെടുത്ത ചില സ്വഭാവ വിശേഷങ്ങളെ മനസ്സിലാക്കുന്ന ഘടനാപരമായ സംഗതിയാണ് എന്നാണ് പറയുന്നത് മനഃശാസ്ത്ര ടെസ്റ്റ്. വിവിധ മനുഷ്യ സ്വഭാവങ്ങളെ അളക്കുവാനുള്ള ടെസ്റ്റുകൾ മനഃശാസ്ത്രജ്ഞർ എന്ത് ചെയ്യുന്നുണ്ട്? വികസിപ്പിച്ചിട്ടുണ്ട്. ഈ മനഃശാസ്ത്രജ്ഞർ എന്ന് പറയുന്ന വാക്കിന് കുറച്ച് പാടാണ്. അപ്പോൾ വിവിധ നമ്മുടെ മനുഷ്യ സ്വഭാവങ്ങളെ, പല മനുഷ്യ സ്വഭാവങ്ങളുണ്ട്, അതിനെയൊക്കെ അളക്കുവാനുള്ള ടെസ്റ്റുകൾ എന്ത് ചെയ്തു? നമ്മുടെ മനഃശാസ്ത്രജ്ഞർ വികസിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റായി. അടുത്ത്, കുട്ടികൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നറിയാൻ വിദ്യാലയങ്ങളിൽ നേട്ടങ്ങളെക്കുറിച്ചുള്ള ടെസ്റ്റുകൾ നടത്താറുണ്ട്. നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ച സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ പല ടെസ്റ്റുകളും നമ്മുടെ സമ്മറി അതേപോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, ടിക്കൊക്കെ ചെയ്ത് പോകുന്നില്ലേ? അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ കുട്ടികൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നറിയാൻ വിദ്യാലയങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? നേട്ടങ്ങളെക്കുറിച്ചുള്ള ടെസ്റ്റുകൾ നടത്താറുണ്ട്. അടുത്ത പോയിന്റ് പറയുന്നത്, മനഃശാസ്ത്രജ്ഞർ വ്യക്തിത്വ ടെസ്റ്റുകളും കഴിവളക്കുന്ന ടെസ്റ്റുകളും സാധാരണയായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മുടെ മനഃശാസ്ത്രജ്ഞർ എന്തൊക്കെ ടെസ്റ്റ് ഉപയോഗിക്കുന്നു? വ്യക്തിത്വ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു വ്യക്തിയുടെ ആ ഒരു പേഴ്സണൽ ടെസ്റ്റും പിന്നെന്താണ് അവൻ്റെ കഴിവളക്കുന്ന ടെസ്റ്റുകളും എന്ത് ചെയ്യുന്നുണ്ട്? സാധാരണയായിട്ട് ഉപയോഗിക്കുന്നു. കഴിവളക്കുന്ന ടെസ്റ്റിൽ ഒരു വ്യക്തിയുടെ പരമാവധി കഴിവുകളെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഒരു വ്യക്തിയുടെ അവൻ്റെ കഴിവ് അളക്കുന്ന ടെസ്റ്റിൽ എന്താണ്? അവൻ്റെ തെറ്റിപ്പോയി. അപ്പോൾ ഒരു വ്യക്തിയുടെ നമ്മുടെ കഴിവളക്കുന്ന ടെസ്റ്റിൽ എന്താണ്? ആ ഒരു വ്യക്തിയുടെ പരമാവധി കഴിവുകളെക്കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. നേട്ടങ്ങളെക്കാൾ കഴിവിന് പ്രാധാന്യം കൊടുക്കുന്നു. അപ്പോൾ ഒരു വ്യക്തിയുടെ കഴിവളക്കുന്ന ടെസ്റ്റിൽ എന്താണ്? ആ വ്യക്തിയുടെ പരമാവധി കഴിവുകളെക്കുറിച്ചാണ് പറയുന്നത്. പിന്നെന്താണ്? നേട്ടങ്ങളെക്കാൾ കഴിവിനാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. ബുദ്ധി പരീക്ഷകളും അഭിരുചി പരീക്ഷകളും എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ആവശ്യമായ പ്രത്യേക കഴിവുകൾ പഠിക്കുവാനുള്ള പ്രാപ്തിയെയാണ് അഭിരുചി എന്ന് പറയുന്നത്. നല്ല ഒരു പോയിന്റാണ്. എന്താണ്? ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ആവശ്യമായ പ്രത്യേകതരം കഴിവുകൾ പഠിക്കാനുള്ള ആ ഒരു വ്യക്തിയുടെ പ്രാപ്തിയെയാണ് എന്തെന്ന് പറയുന്നത്? അഭിരുചി എന്ന് പറയുന്നത്. നിനക്ക് ആ ഒരു അഭിരുചി ഉണ്ടോ എന്നുള്ള ചോദ്യം കേട്ടിട്ടുണ്ടല്ലോ നമ്മുടെ സ്കൂൾ ടൈമിലൊക്കെ. അതാണ് ഇവിടെ പറയുന്നത്. ചിന്ത, വികാരം, പെരുമാറ്റം തുടങ്ങിയ സ്വഭാവ വിശേഷങ്ങളെയാണ് വ്യക്തിത്വ ടെസ്റ്റുകൾ അളക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിന്ത, നമ്മുടെ വികാരം, നമ്മുടെ പെരുമാറ്റം അതേപോലെയുള്ള സ്വഭാവ വിശേഷങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ വ്യക്തിത്വ ടെസ്റ്റുകൾ അളക്കുന്നത്. അപ്പോൾ ചിന്ത, വികാരം, പെരുമാറ്റം തുടങ്ങിയ സ്വഭാവ വിശേഷങ്ങളെയാണ് വ്യക്തിത്വ ടെസ്റ്റുകൾ അളക്കുന്നത്. അടുത്ത, വ്യക്തികളിൽ കാണുന്ന വ്യത്യാസങ്ങളെ പല വിഭാഗങ്ങളായിട്ട് എന്ത് ചെയ്യാം? നമുക്ക് തരംതിരിക്കാം. അപ്പോൾ നമ്മുടെ വ്യക്തികളിൽ കാണുന്ന വ്യത്യാസങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം? പല വിഭാഗങ്ങളായിട്ട് തരംതിരിക്കാം. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിലൊന്നെന്താണ്? ശാരീരിക വ്യത്യാസങ്ങൾ. ശാരീരികമായിട്ട് വ്യത്യാസങ്ങളുണ്ടാവും. മാനസിക വ്യത്യാസങ്ങൾ അറിയാമല്ലോ, മാനസികമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടാകാം. പഠനശൈലിയിലുള്ള വ്യത്യാസങ്ങൾ, പലർക്കും പല പഠനശൈലിയിലുള്ള വ്യത്യാസങ്ങളുമുണ്ട്. പഠന നേട്ടത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്. വൈകാരിക വ്യത്യാസങ്ങളുണ്ട്. താല്പര്യങ്ങൾ, പല താല്പര്യങ്ങളായിരിക്കാം, പല അഭിരുചിയായിരിക്കാം, പല മനോഭാവം ആയിരിക്കാം, പല അഭിപ്രായങ്ങൾ, അതിലുള്ള വ്യത്യാസത്തെയാണ് പറയുന്നത്. അടുത്ത് പറയുന്നത് എന്താണ്? സാമൂഹ്യ ധാർമ്മിക വികാസങ്ങളിലെ വ്യത്യാസങ്ങൾ. പലതരം സാമൂഹ്യ ധാർമ്മിക വികാസങ്ങളിലെ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ഒന്നുകൂടി പറയാം, വ്യക്തികളിൽ കാണുന്ന വ്യത്യാസങ്ങളെ പല വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. ശാരീരിക വ്യത്യാസങ്ങൾ, മാനസിക വ്യത്യാസങ്ങൾ, പഠനശൈലിയിലുള്ള വ്യത്യാസങ്ങൾ, പഠന നേട്ടത്തിലുള്ള വ്യത്യാസങ്ങൾ, വൈകാരിക വ്യത്യാസങ്ങൾ, താല്പര്യങ്ങൾ അതിലുള്ള വ്യത്യാസങ്ങൾ, അഭിരുചിയിലുള്ള വ്യത്യാസം, മനോഭാവത്തിലുള്ള വ്യത്യാസം, അഭിപ്രായത്തിലെ വ്യത്യാസം. പിന്നെന്താണ് ലാസ്റ്റ് പറഞ്ഞത്?
സാമൂഹ്യ ധാർമ്മിക വികാസങ്ങളിലെ വ്യത്യാസങ്ങൾ. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും വ്യത്യാസങ്ങളാണ് ഉള്ളത്. അടുത്ത പോയിന്റ്, ഉദാഹരണത്തിന് ഒരു വ്യക്തിയുടെ ബുദ്ധിയുടെ നിലവാരത്തിനടിസ്ഥാനമായാണ് അയാൾ ആർജിക്കുന്ന അറിവും അനുഭവങ്ങളും. അപ്പോൾ എന്താണ്, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വ്യക്തിയുടെ ബുദ്ധിയുടെ നിലവാരത്തിൻ്റെ അടിസ്ഥാനമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അയാൾ ആർജിക്കുന്ന അറിവും അനുഭവങ്ങളും. അപ്പോൾ ഒരാളുടെ ബുദ്ധിക്ക് അനുസരിച്ചായിരിക്കുമല്ലോ അയാളുടെ അറിവും അനുഭവങ്ങളും എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്. അതുപോലെ ഓരോ വ്യക്തിയിലും സ്നേഹം, ദേഷ്യം, ഭയം, സന്തോഷം, വേദന എന്നീ വികാരങ്ങൾ അന്തർലീനമാണ്. പക്ഷേ സാഹചര്യത്തിൻ്റെ തോത് മൂലം അവ ഏറിയോ കുറഞ്ഞോ ആയിരിക്കും. അപ്പോൾ എന്താണ്, ഓരോ വ്യക്തിയിലും എന്തുണ്ട്, സ്നേഹമുണ്ട്, ദേഷ്യമുണ്ട്, ഭയമുണ്ട്, സന്തോഷമുണ്ട്, വേദനയുണ്ട്. ഈ നമ്മുടെ വികാരങ്ങൾ ഓരോ വ്യക്തിയിലുമുണ്ട്. പക്ഷേ എന്താണ്, സാഹചര്യത്തിന് അനുസൃതമായിട്ട് എന്ത് ചെയ്യുള്ളൂ, ആ ഒരു നമ്മുടെ ഈ ഒരു വികാരങ്ങൾ കുറഞ്ഞോ കൂടിയോ ഉണ്ടായിരിക്കും. ഇതാണ് ഇവിടെ പറഞ്ഞത്. മനസ്സിലായല്ലോ? അടുത്ത്, പൊക്കം, തൂക്കം, പേശി വികസനം, നിറം, മുഖത്തിൻ്റെ ആകൃതി, സംസാര രീതി, കായികമായ നൈപുണികൾ എന്നിവ വ്യക്തിവ്യത്യാസത്തിന് കാരണമാകുന്ന ഘടകങ്ങളാണ്. പാരമ്പര്യവും ശാരീരിക വ്യതിയാനങ്ങളെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ എന്താണ്, പൊക്കം, അതേപോലെ തന്നെ ഒരു വ്യക്തിയുടെ തൂക്കം, അവൻ്റെ പേശി വികസനം, അവൻ്റെ നിറം, അവൻ്റെ മുഖത്തിൻ്റെ ആകൃതി, അവൻ്റെ സംസാര രീതി, കായികമായ നൈപുണികൾ എന്നിവ എന്താണ്, ഒരു വ്യക്തി വ്യത്യാസത്തിന് കാരണമാകുന്ന ഘടകങ്ങളാണ്. നല്ല വണ്ണത്തോടെ ഇരിക്കുന്ന ആൾ സംസാരിക്കും പോലെ ആയിരിക്കില്ല നമ്മുടെ സ്കെൽറ്റായിട്ടുള്ള ആൾ സംസാരിക്കുന്നത്. അതൊക്കെ എന്താണ്, നമ്മുടെ വ്യത്യാസമായിട്ടുള്ള കാര്യങ്ങളാണ്. പാരമ്പര്യവും ശാരീരിക വ്യതിയാനങ്ങളെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകം. നമ്മൾ പറഞ്ഞു എന്താണ്, നമ്മുടെ പാരമ്പര്യം, അച്ഛൻ മെലിഞ്ഞിട്ടാണെങ്കിൽ മകൻ മെലിയാനുള്ള ചാൻസ് ഉണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ പാരമ്പര്യം എന്താണ്, ശാരീരിക വ്യതിയാനങ്ങളെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകം. ഈ മെലിഞ്ഞിരിക്കുന്നു പറയുമ്പോൾ എന്താണ്, അച്ഛൻ മെലിഞ്ഞിരിക്കുമ്പോൾ മോനും മെലിഞ്ഞിരിക്കുന്നു. പക്ഷേ നമ്മൾ ഇവിടെ പറയുന്നത് എന്താണ്, നമ്മുടെ മെയിൻലി നമ്മുടെ ക്യാരക്ടറാണ്. മനസ്സിലായല്ലോ? അടുത്ത്, മനുഷ്യ ശരീരത്തിൽ 4 തരം രസങ്ങളുണ്ടെന്നും. ഏതൊക്കെയാണ്? രക്തം, മഞ്ഞ പിത്തരസം, ശ്ലേഷ്മം, പിന്നെന്താണ്, കറുത്ത പിത്തരസം. ആ വ്യക്തിയുടെ ശരീരത്തിൽ മുന്തി നിൽക്കുന്ന രസം അയാളുടെ വൈകാരിക ചിന്താവൃത്തിക്ക് സവിശേഷ സ്വഭാവം നൽകുന്നുവെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഹിപ്പോക്രേറ്റസ് ആണ്. അപ്പോൾ മനുഷ്യ ശരീരത്തിൽ 4 തരം രസങ്ങളുണ്ടെന്നും ആ വ്യക്തിയുടെ ശരീരത്തിൽ ഏതാണ് നല്ല വൃത്തിയായിട്ട് മുന്തി നിൽക്കുന്ന രസം, ആ രസം എന്ത് ചെയ്യുന്നു, അത് അയാളുടെ വൈകാരിക ചിന്താവൃത്തിക്ക് സവിശേഷ സ്വഭാവം നൽകുന്നു എന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? നമ്മുടെ ഹിപ്പോക്രാറ്റസ്. ആരാണ്? ഹിപ്പോക്രാറ്റസ് ആണ്. അടുത്ത പോയിന്റ് പറയുന്നത്, ഒരു വ്യക്തിയുടെ കായിക ഘടനയും വ്യക്തിത്വവും തമ്മിൽ അടുത്ത ബന്ധമാണുള്ളത് എന്ന് പറഞ്ഞ ആരാണ്? നമ്മുടെ ക്രഷ്മറാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ കായിക ഘടനയും വ്യക്തിത്വവും തമ്മിൽ അടുത്ത ബന്ധമാണുള്ളത് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ്? അത് ക്രഷ്മറാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ കായിക ഘടനയും വ്യക്തിത്വവും തമ്മിൽ അടുത്ത ബന്ധമാണുള്ളതെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? നമ്മുടെ ക്രഷ്മറാണ്. അപ്പോൾ അടുത്ത പോയിന്റ്, ക്രഷ്മറിൻ്റെ അഭിപ്രായത്തിൽ 3 തരം കായിക ഘടനയുണ്ട്. അപ്പോൾ നമ്മുടെ ക്രഷ്മറിൻ്റെ അഭിപ്രായത്തിൽ എത്ര തരം കായിക ഘടനയുണ്ടാ? 3 തരം കായിക ഘടനയുണ്ട്. ഏതൊക്കെയാണ്? ആസ്തനിക്ക്, അത്ലറ്റിക്, പിക്നിക്. അപ്പോൾ നമ്മുടെ ക്രഷ്മറിൻ്റെ അഭിപ്രായത്തിൽ 3 തരം കായിക ഘടനയുണ്ട്. ആസ്തനിക്ക്, അത്ലറ്റിക്, പിക്നിക്. ഓക്കെ ആണല്ലോ? അടുത്ത പോയിന്റ്, ഉയരം കൂടിയതും മെലിഞ്ഞതുമായ ദുർബല ശരീരം സാമൂഹ്യ ബന്ധങ്ങളിൽ വിമുഖത കാണിക്കുകയും പിൻവാങ്ങുകയും ചെയ്യുന്ന സ്വഭാവം. വൈകാരികത കൂടുതൽ, വിഷാദഭാവം. ഇത്തരം വ്യക്തിത്വം അറിയപ്പെടുന്ന എന്തെന്നാണ്? ആസ്തനിക് എന്നാണ് പറയപ്പെടുന്നത്. അല്ലെങ്കിൽ എന്താണ്? കൃഷഗാത്രൻ എന്നാണ് പറയുന്നത്. ഒരു മലയാളത്തിന് കൃഷഗാത്രൻ എന്ന് പറയും. അപ്പോൾ ശ്രദ്ധിക്കുക, ഉയരം കൂടിയതും, നല്ല ഉയരമുണ്ട്, മെലിഞ്ഞതുമായ ദുർബല ശരീരം. നമ്മുടെ ഇപ്പം നിങ്ങൾ ഇരിക്കുന്നിടത്ത് നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഉയരം കൂടിയതും മെലിഞ്ഞതുമായ ദുർബല ശരീരം, സാമൂഹ്യ ബന്ധങ്ങളിൽ വിമുഖത കാണിക്കുന്ന ഒരു വ്യക്തി, എന്താണ്? പിൻവാങ്ങുകയും ചെയ്യുന്ന സ്വഭാവം, വൈകാരികത അവനെന്താണ്? കൂടുതലാണ്, വിഷാദഭാവം. ഇങ്ങനെയുള്ള വ്യക്തിത്വത്തെ അറിയപ്പെടുന്ന പേരെന്താണ്? ഇവരെയാണ് നമ്മൾ ആസ്തനിക് എന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ കൂട്ടുകാരോ ബന്ധുക്കളോ അങ്ങനെ നമ്മൾ കാണുന്ന ആൾക്കാർ ഇങ്ങനെയാണെങ്കിൽ അവരെ വിളിക്കുന്നത് എന്താണ്? ആസ്തനിക് അല്ലെങ്കിൽ കൃഷഗാത്രൻ എന്ന് വിളിക്കും. നമ്മുടെ ആസ്തനിക് വ്യക്തിത്വം എന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്ത പോയിന്റാണ്, വികസിത പേശികളുള്ള ദൃഢശരീരവും ഉന്മേഷ സ്വഭാവം, പ്രശ്നങ്ങളോടെല്ലാം വേഗത്തിൽ പൊരുത്തപ്പെടുന്ന സ്വഭാവം,
കായിക പ്രവർത്തനങ്ങളിൽ താല്പര്യം. ഇത്തരം വ്യക്തിത്വത്തെ എന്തെന്നറിയപ്പെടുന്നു? അത്ലറ്റിക് അല്ലെങ്കിൽ നമ്മുടെ ദൃഢഗാത്രൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ വികസിത പേശികളുള്ള ദൃഢശരീരവും ഉന്മേഷ സ്വഭാവം, പ്രശ്നങ്ങളോടെല്ലാം വേഗത്തിൽ പൊരുത്തപ്പെടുന്ന സ്വഭാവം, കായിക പ്രവർത്തനങ്ങളിൽ താല്പര്യം, ഇത്തരം വ്യക്തിത്വത്തെ എന്തെന്ന് പറയുന്നു? ആ കായികത്തിൽ തന്നെ എന്താണ്? അത്ലറ്റിക് അല്ലെങ്കിൽ ദൃഢഗാത്രൻ എന്നാണ് അറിയപ്പെടുന്നത്. സിമ്പിളാണ്, മനസ്സിലായല്ലോ. അടുത്ത പോയിന്റ്, പൊക്കം കുറഞ്ഞതും തടിച്ചതുമായ ശരീരം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ആരെങ്കിലും ഇങ്ങനെ ഓർമ്മിക്കുക, ആരെങ്കിലും നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ അവരൊന്ന് ഓർമ്മിക്കുക. അപ്പോൾ പൊക്കം കുറഞ്ഞതും തടിച്ചതുമായ ശരീരം, ഉല്ലാസപ്രിയൻ, സംസാരപ്രിയൻ, സാമൂഹിക ബന്ധങ്ങളിൽ താല്പര്യവും, പൊണ്ണത്തടി, കാര്യങ്ങൾ ലഘുവായി കാണുന്ന പ്രവണത. ഇത്തരം വ്യക്തിത്വം എന്തെന്നറിയപ്പെടുന്നു? പിക്നിക് അല്ലെങ്കിൽ ഗോളഗാത്രൻ. നല്ല പേര്. ഇപ്പോൾ പിക്നിക് അല്ലെങ്കിൽ ഗോളഗാത്രൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പൊക്കം കുറഞ്ഞ വ്യക്തി, അവനെന്താണ്? പൊക്കം കുറഞ്ഞ ഒരു വ്യക്തി, അവന് ചെറിയൊരു തടിയുണ്ട്, അവൻ നല്ല ഉല്ലാസപ്രിയനാണ്, അവൻ നല്ല വൃത്തിയായിട്ട് എന്ത് ചെയ്യും? സംസാരിക്കും. സാമൂഹിക ബന്ധങ്ങളിൽ അവന് നല്ല താല്പര്യമുണ്ട്. പൊണ്ണത്തടി എന്ന് പറയുമ്പോൾ എന്താണ്? ചെറുതായിട്ട് ലഘുവായിട്ട് കാണുന്ന ഒരു പ്രവണത അവനുണ്ട്. അപ്പോൾ ഇത്തരം വ്യക്തിത്വം നമ്മൾ എന്തെന്ന് പറയുന്നു? പിക്നിക് അല്ലെങ്കിൽ ഗോളഗാത്രൻ എന്നാണ് പറയുന്നത്. ആരാണ്? ഗോളഗാത്രൻ എന്നാണ് നമ്മൾ പറയുന്നത്. അടുത്ത പോയിന്റ്, ശാരീരിക പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തിത്വ വർഗീകരണം നടത്തിയത് ആരാണ്? ഹെർബർട്ട് ഷെൽഡൻ ആണ്. അപ്പോൾ നമ്മുടെ ശാരീരിക പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തിത്വ വർഗീകരണം നടത്തിയ ആരാണ്? ഹെർബർട്ട് ഷെൽഡൻ ആണ്. അപ്പോൾ ശാരീരിക പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ വർഗീകരണം നടത്തിയ ആരാണ്? ഹെർബർട്ട് ഷെൽഡൻ. ആരാണ്? ഹെർബർട്ട് ഷെൽഡൻ. അടുത്ത പോയിന്റാണ്, ഉരുണ്ടു തടിച്ച മൃദുവായ ശരീരം. ഉരുണ്ടു തടിച്ച മൃദുവായ ശരീരം, സമൂഹ ബന്ധങ്ങളിൽ താല്പര്യമുള്ളവരും സ്നേഹത്തോടെയുള്ള പെരുമാറ്റത്തോടു കൂടിയവരുമായി കരുതുന്ന വ്യക്തികൾ. അവരെ നമ്മൾ എന്തെന്ന് പറയും? എൻഡോമോർഫിക് എന്ന് പറയും. അപ്പോൾ നമ്മുടെ കൂട്ടുകാരാരെങ്കിലും ഉരുണ്ടു തടിച്ച മൃദുവായ ശരീരമാണ്, അവന് സാമൂഹിക ബന്ധങ്ങളിൽ താല്പര്യമുണ്ട്, സ്നേഹത്തോടെയാണ് അവൻ്റെ പെരുമാറ്റം, അവനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? എൻഡോമോർഫിക് എന്ന് വിളിക്കാം. അവനാണ് നമ്മുടെ എൻഡോമോർഫിക്. അടുത്ത പോയിന്റ്, ദൃഢമായ പേശികളോടുകൂടിയ ശരീരമുള്ളവർ വളരെ ഉറച്ച അഭിപ്രായവും തീരുമാനവുമുള്ളവരായും ഉന്മേഷവാന്മാരുമായും കരുതുന്ന വ്യക്തികളാണ്. അവരെ നമ്മൾ എന്തെന്ന് പറയൂടാ? മീസോമോർഫിക് എന്ന് പറയും. ദൃഢമായ പേശികളോടുകൂടിയ ശരീരമുള്ളവർ വളരെ ഉറച്ച അഭിപ്രായവും തീരുമാനവും ഉള്ളവരായും പിന്നെന്താണ്? ഉന്മേഷവാന്മാരുമായിട്ടുള്ള അങ്ങനെയുള്ള വ്യക്തികൾ നമ്മൾ എന്തെന്ന് പറയും? മീസോമോർഫിക് എന്ന് പറയും. എന്തെന്ന് പറയും? മീസോമോർഫിക് എന്ന് പറയും. അടുത്ത് നമ്മുടെ ലാസ്റ്റ് പോയിന്റ്, ഈ ഒരു ഇതിലെ ലാസ്റ്റ് പോയിന്റ്, പൊക്കത്തോടെ മെലിഞ്ഞ ശരീരമുള്ളവരെ അന്തർമുഖരും ഭീതിയോട് കൂടിയവരുമായി വർഗീകരിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ. അപ്പോൾ എന്താണ് അത് നമ്മൾ എക്ടോമോർഫിക് എന്നാണ് പറയുന്നത്. അപ്പോൾ പൊക്കത്തോടെ മെലിഞ്ഞ ശരീരമുള്ളവരെ അന്തർമുഖരും അതേപോലെ തന്നെ അവർക്ക് എന്താണ്? ഭീതിയോട് കൂടിയവരുമായി വർഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ആ വ്യക്തികളെ എന്തെന്ന് പറയാം? എക്ടോമോർഫിക് എന്ന് പറയാം. അപ്പോൾ അവർക്ക് പൊക്കമുണ്ട്, പൊക്കത്തോടെ തന്നെ മെലിഞ്ഞ ശരീരമുള്ളവരാണ്, അന്തർമുഖരുമാണ്, ഭീതിയോട് കൂടിയവരുമാണ്. ഇവരെ നമ്മൾക്ക് എന്തെന്ന് പറയാം? എക്ടോമോർഫിക് എന്ന് പറയാം. എന്തെന്ന് പറയാം? എക്ടോമോർഫിക് എന്ന് പറയാം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇന്ന് ഇത്രയും മതി. അടുത്ത് നമുക്ക് തുടങ്ങുന്നതിന് കുറച്ചും കൂടിയുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഓക്കെ, ഇന്ന് ഇത്രയും കൊണ്ട് അവസാനിപ്പിക്കണം. അപ്പോൾ ഇത്രയും ഓക്കെ ആണെന്ന് കരുതുന്നു. ഓക്കെ ആണല്ലോ.